आज की हिंदी कक्षा में सभी को स्वागत की एवरकुम स्वागतम। ओम प्रकाश वाल्मीकि की कहानी शव यात्रा। पिछले कक्षा में हमने पढ़ा कि कल्लू यानी कल्लन संदो की शादी की पूरी खर्चा उन्होंने ली थी। कल्लन की शादी भी रेलवे कॉलोनी में हुई थी। वो पढ़ी लिखी लड़की से शादी की थी। कल्लन जब भी गाँव पहुंचते थे तब चमार लोग एक अजीब नज़रों से देखते थे। पढ़े लिखे लोग भी ऐसा ही व्यवहार करते थे। गांव वाले उसे कल्लू बलहार ही कहकर बुलाते थे। उसे ये संबोधन अच्छा नहीं लगता है। इसी के वजह से वह गांव अपने पिताजी के पास कभी कभी आते रहते थे। जब गांव आया अपने पिताजी सूरजा से कहा कि बापू मेरे साथ दिल्ली चलो, वहाँ सरकार की मकान है, हम सब वहाँ रहेंगे। लेकिन पिताजी जाने के लिए तैयार नहीं थे। वह इसी मिट्टी में जीना चाहता है और मरना चाहता है। संदो तो जाना पसंद करती थी, मगर पिताजी की बात काटने की हिम्मत उनमें नहीं थी। इतना ही हम पिछले कक्षा में पढ़े थे। चलते हैं आगे की ओर। बापू की बात करने का उसमें ना कभी पहले हौसला था ना अब है। സ്വന്തം അച്ഛനെ എതിർത്ത് സംസാരിക്കാൻ സന്തോക്ക് ില്ല. തൻ്റെ തള്ളവിരൽ ഉപയോഗിച്ച് കാലിൻ്റെ തള്ളവിരൽ ഉപയോഗിച്ച് वो चुपचाप बैठकर पैर के अंगूठे से मिट्टी खुरेदने लगी थी. തള്ളവിരൽ ഉപയോഗിച്ച് മണ്ണ് ചവിട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. जैसे उसका सोच उसे कहीं बहुत दूर ले जा रहा था. അങ്ങനെ ചെയ്തുകൊണ്ട് അവൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ संदो जहाँ दूर दूर तक भी कोई किनारा दिखाई नहीं पड़ता था. പക്ഷേ തീരത്തടുക്കാൻ സാധിച്ചില്ല. അതായത് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ സന്തോക്കിയുണ്ട്. उसकी सोच बहुत दूर ले जा रहा था जहाँ दूर दूर तक भी. പക്ഷേ എത്ര ദൂരത്തോളം അവൾ ചിന്തിച്ചോ കോയി കിനാര ദിക്കായി നഹി പടുത്ത, ഒരു തീരമൊന്നും കാണാൻ സാധിച്ചില്ല. തീരത്തടുക്കാൻ അവളുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അവളുടെ ചിന്തകൾക്ക് തീരത്തടുക്കാൻ സാധിച്ചില്ല. कल्लन ने जोर देकर कहा, बापू यहाँ ना तो इज्जत है ना रोटी, चमारों की नज़र में भी हम सिर्फ बलहार हैं. നമ്മുടെ കള്ളൻ തൻ്റെ അച്ഛനോട് സൂരജയോട് പറഞ്ഞു, വളരെ ശക്തമായിട്ട്, ജോർ എന്ന് പറഞ്ഞാൽ ശക്തമായി, വളരെ ശക്തമായിട്ട് പറഞ്ഞു, ബാപ്പു പിതാജി യഹാ ന तो इज्जत है, ഇവിടെ അഭിമാനവുമില്ല, ന റൊട്ടിയുമില്ല. നമുക്കിവിടെ ഭക്ഷണവും കിട്ടുന്നില്ല, അഭിമാനവുമില്ല, രണ്ടും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ആ ഗ്രാമത്തിലുള്ള ആരും അവരെ മനുഷ്യരായിട്ടല്ല കാണുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അപമാനിക്കുക, ആ പ്രവൃത്തിയിൽ മുന്നോട്ട് പോവുകയാണ് ആ ഗ്രാമവാസികൾ. ചമാരോ കി നസർ മേ ഭി ഹം സിർഫ് ബലഹാർ ഹെ. ചമാർ എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ടവരുടെ കാഴ്ചപ്പാടിൽ തന്നെ നമ്മൾ വെറും ബൽഹാറാണ്. അതായത് ചമാർ എന്ന് പറയുന്നതും ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ
ബൽഹാറിനേക്കാളും കുറച്ച് ഉയർന്ന തട്ടിലാണ് ചമാറുള്ളത്. അവർ പോലും ഇങ്ങനെയാണ് കാണുന്നത്. കള്ളൻ തൻ്റെ അച്ഛനോട് പറയുകയാണ്, യഹാം തുമാരി വജഹ സെ ആനാ പഡ്താ ഹെ, മേരെ ബच्चे യഹാം ആനാ നഹി ചാഹത്തെ. ഞാൻ അച്ഛൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് ഗ്രാമത്തിലേക്ക് വീട്ടിലേക്ക് വരുന്നത്. മേരെ ബच्चे യഹാം ആനാ നഹി ചാഹത്തെ. എൻ്റെ കുട്ടികൾ ഇവിടെ വരാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. അതായത് കള്ളന് മക്കളുണ്ട്, മക്കൾ കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ല. ഉന്നെ യഹാം അച്ഛാ ഹി നഹി ലഗ്ത, അവർക്കിവിടെ ഇഷ്ടമില്ല വരാൻ. ഉസ്കി ബാദ് ബീച്ച് മേ ഹി കാട്ട് കർ സൂരജ ബോല. അപ്പോൾ കള്ളൻ ഇങ്ങനെ സംസാരിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ വന്നിട്ട് അച്ഛൻ പറയുകയാണ്, സൂരജ് പറയുകയാണ്, തോ ബേട്ടെ ഹിയാ മാത്തായാക്കാർ. അത് പുള്ളിക്ക് അത്ര പിടിച്ചില്ല. എൻ്റെ കുട്ടികൾക്ക് ഇവിടെ വരാൻ ഇഷ്ടമില്ല എന്ന് കള്ളൻ പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ സൂരജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് പറയാണ്, തോ ബേട്ടെ ഹിയാ മാത്തായാക്കർ. ഒരു നാടൻ ഭാഷയാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. ഹിയാം എന്ന് പറഞ്ഞാൽ യഹാം എന്നാണ്. യഹാം മത്തായാക്കർ, ഇവിടെ എന്നാ വരണ്ട, എന്നാ മകൻ ഇവിടെ വരണ്ട, ഇഷ്ടമില്ലെങ്കിൽ. മ്യാരിത്തൊക്കെ ജാക്കി ഇസി തര്, എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കോളും, നീ വരണ്ട. മ്യാരി എന്ന് പറഞ്ഞാൽ ഹമാരി എന്നാണ് അർത്ഥം. ഹമാരിത്തൊ കഡ്ജാക്കി ഇസി തറി, ഇത്രയും കാലം എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ മുന്നോട്ട് പോകും എന്ന് പറയാണ് ഇവിടെ സൂരജ തൻ്റെ മകനോട്. ബസ് സന്തോക്കി ഫിക്കർ ഹേ, പക്ഷേ ആകെയുള്ളൊരു ചിന്ത എന്ന് പറയുന്നത്, ഫിക്കർ എന്ന് പറഞ്ഞ ചിന്ത, സന്തോനെ കുറിച്ചാണ്. കാരണം അവൾക്കാരുമില്ല, അച്ഛനും അനിയനും അല്ലാണ്ട് വേറെ ആരും ഇല്ല. അക്കേലി രഹജാകി, ഇവളെ ഒറ്റയ്ക്കാകും, ആ ഒരു ചിന്തയേ എനിക്കുള്ളൂ. യോ ടൂട്ടാ ഫൂട്ട ഘർ ബി ഷായദ് അഗ്ലി ബാരിഷ് നാ ദേഖ് പാവേ. അതുപോലെ തന്നെ മറ്റൊരു വിഷമമുള്ളത്, ഇടിഞ്ഞു പൊളിഞ്ഞ് വീയാറായ വീടാണ്. ഒരു പക്ഷേ അടുത്ത മഴയ്ക്ക് അത് കാണാൻ സാധിക്കില്ല വീട്. മഴത്ത് ചിലപ്പോൾ ഇടിഞ്ഞു പോയേക്കാം. ടൂട്ടാ ഫൂട്ട എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ. മുझे जो हमारी चिंता है तो तू इस घर का पक्का बनवा दे. നിനക്ക് തുജെ ഹമാരി ചിന്ത ഹേ തോ, ഞങ്ങളുടെ ചിന്ത ഉണ്ടെങ്കിൽ, മാരി എന്ന് പറഞ്ഞാൽ ഹമാരി, തോ തൂ ഇസ് ഘർക്ക, അങ്ങനെ ആണെങ്കിൽ നീ ഈ വീടിനെ ഒന്ന് പക്കാ ബണവാതെ, ഒന്ന് നന്നാക്കിയെടുക്കൂ. പക്കാ ബണവാനെന്നാൽ ഒന്ന് നന്നാക്കിയെടുക്കുക. സുരയാക്ക് മൻമേ യേ ബാത് കൈ ബാർ ആയിത്തി, ഇതൊരുപാട് തവണ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ്, മനസ്സിൽ എപ്പോഴോ വെച്ച ഒരു കാര്യമാണ്. ലേക്കിൻ കഹ് നഹി പായ, പക്ഷേ പറയാൻ സാധിച്ചിരുന്നില്ല. ആജ് മോക്ക പാക്കർ കഹ് ദിയ, ഇപ്പോഴാണ് അതിൻ്റെ അവസരം വന്നത്. മോക്ക എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി, അവസരം, അതിപ്പോൾ വന്നത് കാരണം പറഞ്ഞു. ബാപ്പു മേരെ പാസ് ജോ 2-4 पैसे हैं उन्हें यहाँ लगाकर क्या होगा. പിതാജി, ബാപ്പു എന്ന് പറഞ്ഞാൽ പിതാജി. അപ്പോൾ കള്ളൻ ഇതിന് മറുപടിയായിട്ട് പറയാണ്, മേരെ പാസ് ജോ 2-4 पैसे हैं, എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. 2-4 पैसे എന്ന് ഉദ്ദേശിച്ചത് കള്ളൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് എന്നാണ്, അല്ലാതെ 2-4 പൈസ ഉണ്ട് എന്നല്ല. കുറച്ച് പൈസയുണ്ട്. ഉന്നെ യഹാ ലഗാക്കർ ക്യാ ഹോഗ, അത് ഇവിടെ ചിലവഴിച്ചിട്ട് എന്ത് ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ എന്താകാനാണ്. ആപ്കെ ബാദ് മേ മേ തോ യഹാം രഹൂങ്ക നഹി, അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ, അതായത് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജീവിക്കില്ല, ഈ ഗ്രാമത്തിൽ ഞാൻ ജീവിക്കില്ല. സന്തോ മേരെ സാ ദില്ലി ചലി ജായേഗി, സന്തോനെ ഞാൻ എൻ്റെ കൂടെ ദില്ലിയിലേക്ക് കൊണ്ടുപോകും, അവൾ എൻ്റെ കൂടെ വരും. കള്ളനെ സാഫ് കർ ദിയ, കള്ളൻ വളരെ ക്ലിയറായി അച്ഛന് മറുപടി കൊടുത്തു. സുനത്തെ ഹി സൂരജ ഭടക് ഗയ, ഇത് കേട്ടപ്പോൾ സൂരജയ്ക്ക് ദേഷ്യം വന്നു. ഗുസ്സ ആയ, ഭടക് ഗയ ക മത്ലബ് ഗുസ്സ ആന, ദേഷ്യം വരിക. ഉസ്കെ മൂസെ ഖാലിയാം ഫൂട്ടനെ ലഗി, അദ്ദേഹത്തിൻ്റെ വായ്ക്കകത്തു നിന്ന് ഖാലിയാം, തെറി പുറപ്പെട്ടു. ഖാലിയാം ഫൂട്ടനെ ലഗി എന്ന് പറഞ്ഞാൽ
തെറി പുറപ്പെടുക, അതായത് ദേഷ്യത്തോടു കൂടി സംസാരിക്കാൻ, ചീത്ത വിളിക്കാൻ തുടങ്ങി. ചില്ലാക്കർ ബോല, എന്നിട്ട് അലറിക്കൊണ്ട് പറഞ്ഞു, തൂ മേരെ മർനെ കാ ഇന്തസാർ ബി ക്യൂ കരേ ഹേ, ഇസെ ആജ് ഹി ലേ ജാ. നീ എന്തിനാ ഞാൻ മരിക്കുന്നത് കാത്തു നിൽക്കുന്നത്, ഇന്തസാർ വെയിറ്റ് ചെയ്യുന്നത്? നീ അവളെ ഇന്ന് കൊണ്ടുപോയിക്കോ, ഇസെ ആജ് ഹി ലേ ജാ, ഇന്ന് തന്നെ അവളെയും കൊണ്ട് പോയിക്കോ. നീ ഞാൻ മരിക്കണമെന്നൊന്നും കാത്തു നിൽക്കണ്ട. और हाँ, अपने पैसों की धौंस मुझे ना दिखा, अपने ധൈര്യ रख. അതുപോലെ നിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, അത് എന്നെ കാണിക്കൊന്നും വേണ്ട. ധൗസ് എന്ന് പറഞ്ഞാൽ ഭീഷണി, ധംകി. തും മുझे ധംകി നഹീ ദേന, അപ്പനെ ധൗരെ റഖ്, അത് നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ. ജഹാം ഇത്നി കട്ടുകി ഹേ ആകെ ബി കട്ട് ഹി ജാഗി. ഞാൻ ഇന്ന് വരെ എങ്ങനെയാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, ഇങ്ങനെ തന്നെ പോകും. നീയൊന്നും വേണമെന്നൊന്നുമില്ല, നിൻ്റെ പൈസയും വേണ്ട. പുള്ളിക്കാരൻ പ്രായമായതിൻ്റെ ആയ ദേഷ്യവും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. उन दोनों के बीच जैसे अचानक संवाद सूत्र बिखर गए थे, खामोशी उनके ഈദ് ഗീദ് ഫൈൽ ഗയി തി. അങ്ങനെ കള്ളൻ്റെയും അതുപോലെ പുള്ളിയുടെ അച്ഛൻ്റെയും ഇടയിൽ ഇങ്ങനെ സംസാരം വന്നത് കാരണം അവിടെ സൈലൻറ്റ് വരികയുണ്ടായി. അതായത് ആ അറ്റ്മോസ്ഫിയർ ആകെ സൈലൻ്റായി. കാമോഷി എന്ന് പറഞ്ഞാൽ നിശബ്ദത. ഉനക്ക് ഈദ് ഗീദ് ഫൈൽ ഗീത്, ഈദ് ഗീത് എന്ന് പറഞ്ഞാൽ തലങ്ങും വിലുങ്ങും. അവരിങ്ങനെ സംസാരിച്ചത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചൂടാകേണ്ടി വന്നു അല്ലേ അച്ഛന്. കള്ളനോട് ചൂടാകേണ്ടി വന്നു. കള്ളൻ പറഞ്ഞത് സൂരജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവിടെ തിരിച്ച് നമ്മുടെ മകന് ദേഷ്യപ്പെടാൻ കഴിയില്ല, കാരണം അച്ഛനാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിശബ്ദത, കാമോഷി ഉനക്ക് ഈദ് ഗീത് ഫൈൽ ഗീത് സ്പ്രെഡായി. അതായത് നിശബ്ദത അവിടെ സ്പ്രെഡായി. സുബഹ് ഹോത്തെ ഹി കള്ളൻ ദില്ലി ചലാ ഗയാത്ത. അങ്ങനെ രാവിലെ ആയപ്പോൾ കള്ളൻ ദില്ലിക്ക് പോയിരുന്നു. പൈസോ കാ ബന്ദോബസ്ത് കർക്കെ വോ ഹഫ്തെ ഭർ മേ ലോട്ട് ആയാത്ത. അങ്ങനെ പൈസയൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട്, ബന്ദോബസ്ത് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ്, പൈസയൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഹഫ്തെ ഭർ മേ ലോട്ട് ആയാത്ത, ഒരു വീക്കിനുള്ളിൽ തിരിച്ചു വന്നിരുന്നു. साथ में पत्नी सरोज और 10 साल की बेटी सलोनी भी आई थी. തിരിച്ചു വന്ന സമയത്ത് പൈസയൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് തിരിച്ചു വന്ന സമയത്ത് കള്ളൻ്റെ കൂടെ കള്ളൻ്റെ വൈഫ് സരോജും അതുപോലെ 10 साल की बेटी സലോനി ഉണ്ടായിരുന്നു. 10 വയസ്സുള്ള 10 उम्र की बेटी സലോനി भी आई थी. മകളുടെ പേര് സലോനി. बेटे को वे उसकी ननिहाल में ചോടുക്കർ ആകെയത്തെ. നമ്മുടെ കള്ളന് ഒരു മകനും കൂടിയുണ്ട്. മകനെ അമ്മ വീട്ടിൽ, അതായത് വൈഫിൻ്റെ വീട്ടിൽ, നന്നിഹാൽ അമ്മ വീട് എന്നാണ് അർത്ഥം. ചോടുക്കർ ആകെയത്തെ, അവിടെ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. കള്ളനെ ആത്തെ ഹി ബാപ്പുസെ കഹാ കിസി മിസ്ത്രി സെ ബാത് കറോ. കള്ളൻ പൈസയൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത്, കാരണം വീട് ഒന്ന് അടിച്ച് ഉറപ്പുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് പൈസയൊക്കെ എടുത്തിട്ടാണ് ദില്ലിയിൽ നിന്ന് കള്ളൻ വന്നത്. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, കിസി മിസ്ത്രി സെ ബാത് കറോ, ഏതെങ്കിലും മേസ്ത്രിയോട് സംസാരിക്കാൻ, വീടിനെ പറ്റി, വീട് ഒന്ന് പുതുക്കി പണിയാൻ. കൽ ഈണ്ടോ കാ ട്രക്ക് ആ ജായേഗ. നാളെ ഇഷ്ടികയൊക്കെ, ഈണ്ടോ എന്ന് പറഞ്ഞാൽ ഇഷ്ടികയാണ്, അതിൻ്റെ ട്രക്ക് നാളെ വരും. ഇഷ്ടികയുമായി ട്രക്ക് നാളെ വരും. സുനത്തെ ഹി സൂരജ കി ആങ്കോ മേ ചമക് ആ ഗയി തി. അത് കേട്ടതും നമ്മുടെ സൂരജയുടെ കണ്ണുകളിൽ തിളക്കം വന്നു. ചമക്, തിളക്കം, കണ്ണാകെ തിളങ്ങി. കാരണം ഒരുപാട് കാലത്തെ ആഗ്രഹമായിരിക്കാം. വീടാകെ മോശമായ അവസ്ഥയിലാണ്. അച്ഛനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മക്കളൊക്കെ വലുതായി. ഒരു മകളാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ നിൽക്കുകയാണ്.
അപ്പോൾ അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ തിളങ്ങാൻ തുടങ്ങി. അത്ഭുതത്തോടു കൂടി അദ്ദേഹം അത് കേൾക്കുകയാണ്. ഉസേ കള്ളൻ കി ബാത് പർ വിശ്വാസ് ഹി നഹി ഹുവാ ത. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങാൻ കാരണം എന്താ? കള്ളൻ പറഞ്ഞതിൽ വിശ്വാസം അദ്ദേഹത്തിന് വന്നിരുന്നില്ല. മേസ്ത്രീനെ പോയി വിളിക്കാനൊന്നും കള്ളൻ പറയുമെന്ന് വിചാരിച്ചില്ല. പൈസ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വരുന്നൊന്നും വിചാരിച്ചില്ല. ലേക്കിൻ കള്ളനെ ഉസേ വിശ്വാസ് ദിലാ ദിയാത്ത. പക്ഷേ കള്ളൻ അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചു. വഹ് ഉസി വക്ത് മിസ്ത്രി കെ തലാഷ് മേ നിക്കൽ പടാത്ത. ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ സൂരജ മേസ്തിരിയെ വീട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് മേസ്തിരിയെയും അന്വേഷിച്ച് ഇറങ്ങി. आज की कक्षा इतना ही. आशा करता हूँ आप लोगों को समझ में आया है. धन्यवाद.